പത്മവിഭൂഷൺ പുരസ്കാരം BSന്റെ കുടുംബം സ്വീകരിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് സ്ഥിരീകരിച്ചു. കുടുംബം ഉചിതമായ തീരുമാനം എടുക്കട്ടെ എന്നായിരുന്നു പാർട്ടി എടുത്തിരുന്ന നിലപാട്. കൂടിയാലോചനയ്ക്ക് ശേഷം പുരസ്കാരം സ്വീകരിക്കേണ്ട എന്ന് കുടുംബം തീരുമാനിച്ചു. കുടുംബത്തിന്റെ ആ തീരുമാനത്തിനൊപ്പം പാർട്ടി നിൽക്കുന്നുവെന്ന് MV ഗോവിന്ദൻ ഇന്ന് വ്യക്തമാക്കുമ്പോൾ പൊതുസമൂഹത്തോട് ചോദിക്കുകയാണ്, പത്മ പുരസ്കാരം BSന്റെ കുടുംബം സ്വീകരിക്കണോ വേണ്ടയോ? ജനമനസ് എന്താണെന്ന് സച്ചിൻ വള്ളിക്കാട് ചോദിച്ചറിയും. സച്ചിനിലേക്ക്. മരണാനന്തര ബഹുമതിയായി മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ പത്മവിഭൂഷൺ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കുടുംബം അത് സ്വീകരിക്കില്ല എന്ന നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് മലമ്പുഴക്കാരോട് തന്നെ ചോദിച്ചറിയാം. അത് അവരുടെ കുടുംബപരമായിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മളതിൽ ആധികാരികമായിട്ട് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പിന്നെ പുരസ്കാരം അദ്ദേഹം എടുക്കണോ വേണ്ടെന്ന് അവരുടെ കുടുംബത്തിന് തീരുമാനിക്കാം. പക്ഷേ അദ്ദേഹം അതിന് അർഹനാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. കാരണം അതിനുള്ള കാര്യങ്ങളും അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാൾ ചെയ്തിരുന്നു എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിവുള്ളൊരു വിഷയം. അവർ പാർട്ടിപരമായ നിലപാടെടുക്കും. അവർ പാർട്ടിയോട് ചോദിച്ച നിലപാടെടുക്കും. അങ്ങനെ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ അഭിപ്രായം. അവർ കുടുംബം സ്വീകരിക്കില്ല പറഞ്ഞല്ലോ. അതൊരു വേണ്ടാത്ത പണിയാണല്ലോ. ജീവിച്ചിരിക്കും മുഴുവൻ ഇപ്പോൾ പുരസ്കാരം കൊടുത്തിട്ടില്ലേ. അവരുടെ കുടുംബം അങ്ങനെ പറയുന്നു, അങ്ങനെ പറ്റുണ്ടാവും. അവരുടെ വീട്ടുകാരുടെ ഇഷ്ടമല്ലേ, നമ്മളെ അല്ല വീട്ടുകാരുടെ ഇഷ്ടമാണ്. അവരുടെ പാർട്ടിക്കാരും ഇനി എന്തെങ്കിലും തീരുമാനിച്ചിട്ടായിരിക്കും അവർ വാങ്ങിക്കുന്നത്. സ്വീകരിക്കണം, പുരസ്കാരം സ്വീകരിക്കണം. കാരണം നല്ലൊരു വ്യക്തിയായിരുന്നു, നല്ല മനുഷ്യനാണ്. മലമ്പുഴയ്ക്ക് വേണ്ടിയൊക്കെ ഒരുപാട് അവർ ചെയ്തിട്ടുണ്ട്. സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പുരസ്കാരം സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഒരിക്കലും അത് സ്വീകരിക്കാൻ പാടില്ല. മനസ്സിലായില്ല. അദ്ദേഹം ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു BJPയുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കുടുംബത്തിൻ്റെയും തീരുമാനം ഉചിതമായിരിക്കും എന്ന് തന്നെയാണ് പൊതുജനങ്ങളും പ്രതികരിച്ചത്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, ന്യൂസ് മലയാളം.